റോമൻ സംഖ്യാ സമ്പ്രദായം. പൂജ്യമില്ലാത്ത സംഖ്യാ സമ്പ്രദായമാണ് റോമൻ. ഈ സംഖ്യാരീതിയിൽ നമുക്ക് സ്പെല്ലിംഗ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ ഐന് നമുക്ക് 1 എന്ന നമ്പർ, അതേപോലെ വിന് 5, എക്സ് എന്ന അക്ഷരത്തിന് 10, എൽ എന്ന നമ്പർ സ്പെല്ലിങ്ങിന് 50, സി ആണെങ്കിൽ 100, ഡി 500, എം 1000 എന്നിങ്ങനെയാണ് സംഖ്യകൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഐ, വി, എക്സ്, എൽ, സി, ഡി, എം ഇവ നമ്മൾ കാണാതെ പഠിക്കണം. ഇതിന് സംഖ്യകളും അതിൻ്റെ ലെറ്റേഴ്സ് നമ്മൾ കാണാതെ പഠിക്കണം. ഇനി 1 മുതൽ 10 വരെയുള്ള സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് നോക്കാം നമുക്ക്. 1നാണെങ്കിൽ ഐ എന്ന് എഴുതും. ഇതാണ് 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് നമുക്ക് ഫെമിലിയർ ആണല്ലോ. 1 മുതൽ 10 വരെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് ഒന്ന്, ഐ എന്ന് പറഞ്ഞാൽ 1, വി എന്ന് പറഞ്ഞാൽ 5, എക്സ് ആണെങ്കിൽ 10, എൽ ആണെങ്കിൽ 50, സി ആണെങ്കിൽ 100, ഡി ആണെങ്കിൽ 500, എം ആണെങ്കിൽ 1000. ഇനിയും ഇതിലും വലിയ നമ്പേഴ്സിനൊക്കെ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലം ഇത്രയും നമ്മൾ പഠിക്കുക. ഒരു വലിയ സംഖ്യയുടെ വലതുവശത്തായി ചേർക്കുന്ന ചെറിയ സംഖ്യ സങ്കലനത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, ഇനി നമ്മൾ എക്സിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഒരു ഐയും കൂടി വന്നു. ഇപ്പോൾ എവിടെയാണ്? വലതുവശത്താണ്. അപ്പോൾ എക്സിൻ്റെ കൂടെ ഐ വന്നു വലതുവശത്ത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 പ്ലസ് ഐൻ്റെ വാല്യൂ എത്രയാണ്? 1. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ 11 എന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സ് വി, നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 10, വിൻ്റെ വാല്യൂ 5. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ 15 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഒരു വലിയ സംഖ്യയുടെ ഇടതുവശത്തായി ഒരു ചെറിയ സംഖ്യ ചേർത്താൽ അത് വ്യവകലനത്തെ സൂചിപ്പിക്കുന്നു. നമ്പേഴ്സ് നോക്കാം. ഇവിടെ നമ്മൾ 4, ഇതെന്താണ്? ഇത് നമുക്ക് 5 ആണ്. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താകും? മാറും. 5 മൈനസ് 1 4 ആയിട്ട് മാറും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, നമ്മൾ 9 നോക്കൂ. 9 പറഞ്ഞ നമ്പറിന് എങ്ങനെ എഴുതാ? അതായത് ഐയും ഒരു എക്സും, അതായത് 10 മൈനസ് 1 9. അതേപോലെ നമുക്ക് 6 എങ്ങനെ എഴുതാ നോക്കൂ എല്ലാവരും. ഇതാണ് 6. എന്താണ് ഇത്? 5. വലതുവശത്താണ് ഈ ചെറിയ നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ 5 പ്ലസ് 1 6. ഇവിടെ ഇടതുവശത്താണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇടതുവശത്ത് വന്നാൽ കുറയ്ക്കുകയും ചെയ്യണം. വലതുവശത്താണ് നമ്പർ വരുന്നത്, ചെറിയ സംഖ്യ വരുന്നതെങ്കിൽ നമ്മളതിനെ കൂട്ടുകയും വേണം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് എന്ത്? സംഖ്യയുടെ മുകൾ ഭാഗത്ത് ഇടുന്ന വര. സംഖ്യയുടെ മുകൾ ഭാഗത്ത് ഇടുന്ന വര എന്ന് ശ്രദ്ധിക്കണം. മുകൾ ഭാഗത്ത് വരട്ടെ, അത് 1000 മടങ്ങ്. എത്രയാണ്? 1000 മടങ്ങിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കൂ. വി എന്ന് പറഞ്ഞാൽ 5 ആണ്. പക്ഷെ വിൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ ഇത് 5 ഇൻറ്റു 1000 5000. അത് 5ൻ്റെ 1000 മടങ്ങിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ 10 നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ മുകളിലൊരു ബാർ ഇട്ട് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു
1000, അതായത് 10,000. അപ്പോൾ 1000 മടങ്ങിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു നമ്പറുടെ മുകളിലും ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിനെ 1000 കൊണ്ട് ഗുണിക്കണം. പിന്നെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒരു സംഖ്യ പരമാവധി 3 തവണ മാത്രമേ ആവർത്തിക്കാവൂ. ഇതിൽ VLD എന്ന സംഖ്യകൾ ആവർത്തിക്കാറില്ല. വി എന്ന സംഖ്യയും എൽ എന്ന സംഖ്യയും ഡി എന്ന സംഖ്യ എന്തില്ല, ഈ ലെറ്റേഴ്സ് ആവർത്തിക്കാറില്ല. ഇനി നമുക്ക് മാതൃക ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, XXV എന്ന റോമൻ സംഖ്യക്ക് തുല്യമായ ഹിന്ദു അറബിക് സംഖ്യ ഏത്? ഓക്കെ, സംഖ്യ എന്താണ്? XXV. നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ അറിയാം? 10. ഇതും 10. വിന്റെ വാല്യൂ എന്താണ്? 5 ആണെന്ന് നമുക്ക് അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 10 പ്ലസ് 5 ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ 25 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, DCXVI. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. DCXVI. നമുക്കറിയാം എന്ത്? ഡിന്റെ വാല്യൂ എത്ര? 500 പ്ലസ് സിന്റെ വില 100, എക്സിന്റെ വില 10. ഈ നമ്പേഴ്സ് 5ഉം 1ഉം 6. 5 + 1 6. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 616 എന്ന് ആൻസർ ലഭിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 1349, 1349 റോമൻ സംഖ്യ ഏതാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇതിലുള്ളത് ആരൊക്കെയാണ്? 1000 ഉണ്ട്, പ്ലസ് പിന്നെ ഒരു 300 ഉണ്ട്, പ്ലസ് 40 ഉണ്ട്, പ്ലസ് ഒരു 9 ഉണ്ട്. 1000 തുല്യമായിട്ടുള്ള നമ്പർ ഏതാണ്? 1000 തുല്യമായിട്ട് നമ്മൾ എന്ന ലെറ്ററാണ് എടുക്കുക. 300 ആണുള്ളത്. എന്താണ്? 300 നമുക്ക് ലെറ്റർ ഇല്ല. അപ്പോൾ 100 നമുക്ക് ലെറ്റർ ഉണ്ട്. 100 നമ്മുടെ ലെറ്റർ ആണ് എന്ത്? സി. അപ്പൊ 300 വേണ്ടി നമ്മൾ 3 തവണ സി എന്ന് എഴുതണം. ഒരു സി എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ 3 സി എഴുതി കഴിഞ്ഞാൽ 300 ആയി. ഇനി 40 നമുക്ക് നമ്പർ ഉണ്ടോ? 40 നമുക്ക് ലെറ്റർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം 40 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 നിന്ന് 10 കുറച്ചതാണ്. എന്താണ്? 40 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 നിന്ന് 10 കുറച്ചതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു? 50ന്റെ ലെറ്റർ നമുക്കറിയാം എത്ര? ഇവിടെ ഇതേപോലെ നമ്പർ അതിന് കുറയ്ക്കണമെങ്കിൽ
കുറയ്ക്കേണ്ട ചെറിയ നമ്പർ അതിൻ്റെ എപ്പോഴും ഇടത് വശത്താണ്. അപ്പോൾ 10 ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി, ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ കുറയ്ക്കുക എന്ന കൺസെപ്റ്റായി. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പം 10 L 50 നിന്ന് 10 കുറച്ചു, അപ്പോൾ എത്രയായി, 40. ഓക്കെ, ഇനി നമ്മളെടുത്തുള്ളത് 9 ആണ്. 9 ഓൾറെഡി നമുക്ക് അതിൻ്റെ നമ്പർ അറിയാം, അതായത് 10 നിന്ന് 1 കുറച്ചതാണ് 9. നമുക്ക് ആൻസർ ആയിട്ടാണ് വരിക. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 500-നെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏത്? എന്ത്? ഡി ആണ് 500-നെ സൂചിപ്പിക്കുന്ന സംഖ്യ. അപ്പോൾ എം ആണെങ്കിലോ, എം ഏത്? എം നമുക്ക് 1000-നെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ് നമുക്കറിയാം 10-നെയാണ് സൂചിപ്പിക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ 50-നെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, MCXVI എന്ന റോമൻ സംഖ്യക്ക് തുല്യമായ ഹിന്ദു അറബിക് സംഖ്യ ഏത്? നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം ഇസിക്കൽ ടു 1000. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 എക്സ് നമുക്കറിയാം 10. ഇനി വി ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. എത്ര കിട്ടും? 1116. അപ്പം നമ്മളെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 5812 എന്ന സംഖ്യയെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എങ്ങനെ എഴുതാം? നമ്മൾ നമ്പർ അവിടെ എഴുതാം, 5812. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്ത് 5812 എന്ന് പറഞ്ഞാൽ 5000 800 പ്ലസ് 2 ആണ്. ഇനി നമുക്കറിയാം 5000 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 1000 ആണ് 5000. 5-ന് നമ്മൾക്ക് വി എന്നാണ് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 1000 മടങ്ങ് കാണാൻ അതിന് മുകളിൽ ഒരു ബാർ ഇട്ടാൽ മതി. ഇതിൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടാൽ എന്തായി? 1000 ആയി. ഇനി ഇവിടെ നമുക്ക് 800 ഉണ്ട്. അപ്പോൾ 800-നെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ നമ്മൾക്കില്ല. നമ്മൾ ഈ 800-നെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പിരിച്ചെഴുതാം. ഈ 800-നെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? 100 പ്ലസ് 300 എന്ന രീതിയിൽ പിരിച്ചെഴുതുന്നു. അപ്പോൾ നമ്മൾക്കറിയാം ഇതിൽ 500-നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ആണ്. ഇനി 300-നെ നമുക്ക് വീണ്ടും സൂചിപ്പിക്കുന്ന നമ്പറില്ല. 300-നെ നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ 100 ആണ്. സി 3 തവണ എഴുതി കഴിഞ്ഞാൽ 300 ആയി. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ 800-ന് പകരം സീനെ 8 പ്രാവശ്യം എഴുതിയാൽ പോരെയെന്ന്. അപ്പോൾ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒരു സംഖ്യ പരമാവധി 3 തവണ മാത്രമേ ആവർത്തിക്കൂ എന്ന റൂള് നമുക്ക് ഓർമ്മയുണ്ടാകണം. ഇനി നമ്മളെടുത്തുള്ളത്
10 ആണ്. 10 നമുക്ക് എക്സ് എന്ന് എഴുതാം. ഇനി 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 12 എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ബാറും കൂടി ഉണ്ടാവും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ.